രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രവീൺ, തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുകയാണ്. രാജിയല്ലാതെ മറ്റു മാർഗമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുമെന്നൊക്കെ പറഞ്ഞെങ്കിലും കൂടുതൽ പറഞ്ഞ് വെട്ടിലാകരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മുതിർന്ന നേതാക്കൾ വിളിച്ചു പറഞ്ഞത്. ഒരു കാരണവശാലും മാധ്യമങ്ങളെ കാണരുതെന്ന് പറഞ്ഞു. ഇന്ന് രാജി ഉണ്ടാകും എന്ന തരത്തിലുള്ള സൂചനകളാണ്. കാരണം വൈകുന്തോറും എത്ര വൈകുന്നോ അത്രയും ഡാമേജ് പാർട്ടിക്കുണ്ടാവുന്നു എന്നുള്ളത് പാർട്ടി തിരിച്ചറിയുണ്ടെന്ന് തോന്നുന്നു അല്ലേ? പ്രാദേശിക നേതൃത്വം പോലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കില്ലല്ലോ പ്രവീൺ. അരുൺ പറഞ്ഞത് 100% കൃത്യമാണ്. കൂടുതൽ പറഞ്ഞ് കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകരുത്. ആ ഒരു കാര്യം മുൻനിർത്തി തന്നെയാണ് ഇന്നലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഈ ഒരു വാർത്താ സമ്മേളനം നടത്തരുതെന്ന നിർദ്ദേശം രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയത്. അതുകൊണ്ടാണ് ആദ്യം വാർത്താ സമ്മേളനം നടത്തുമെന്നുള്ള അറിയിപ്പ് വരികയും പിന്നീട് മാധ്യമപ്രവർത്തകരൊക്കെ അതിന് തയ്യാറായി ഇവിടെ എത്തുകയും അവസാന നിമിഷം ഈ വാർത്താ സമ്മേളനത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടൽ മാറുകയും ചെയ്തു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഒരേ നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ എടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു രാജി എന്ന ആ ഒരു കാര്യത്തിൽ നിന്നും അതല്ലാതെ ഒരു മറ്റൊരു പോംവഴിയില്ല എന്ന് പാർട്ടി നേതൃത്വം തിരിച്ചറിയുന്നു. അതിന് എപ്പോൾ മാത്രം നമുക്കിനി അറിഞ്ഞാൽ മതി. ഏതായാലും ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ അടൂർ നെല്ലിമുകളിലെ വീട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ എന്ന് മാത്രമല്ല DCC നേതൃത്വത്തിലെ ആരും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കാണുന്നതിനോ സംസാരിക്കുന്നതിനോ ഇവിടേക്ക് വന്നിട്ടില്ല. ഇന്നലെ പാലക്കാട്ട് നിന്നുള്ള മുതിർന്ന നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന അടൂർ നെല്ലിമുകളിലെ വീട്ടിലേക്ക് എത്തിയിരുന്നു. രാത്രി 10:30 ആ നേതാക്കൾ എത്തിയത്. അവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം ആ നേതാക്കൾ തിരിച്ചു പോവുകയും ചെയ്തു. അതൊഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ പ്രാദേശിക നേതൃത്വമോ അല്ലെങ്കിൽ ജില്ലാ തലത്തിലുള്ള നേതൃത്വമോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കാണുന്നതിനായി ഈ വീട്ടിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. ഏതായാലും കോൺഗ്രസ് പാർട്ടി കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കാര്യത്തിൽ കൂടുതൽ വെട്ടിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിൽ MLA സ്ഥാനം രാജിവെക്കുക എന്ന ഒരു നിർദ്ദേശം അത് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും VD സതീശനും രമേശ് ചെന്നിത്തലയും ഇക്കാര്യത്തിൽ ഉറച്ച നിലപാട് എടുത്തതോടെ രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിൽ മറ്റു വഴികളില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കഴിഞ്ഞ ദിവസം ഈ വീട്ടിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടം സ്വയം ന്യായീകരിക്കുന്നതിനാണ് ശ്രമിച്ചത്. ഇന്നലെ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്താ സമ്മേളനം നടക്കുകയായിരുന്നുവെങ്കിൽ സ്വയം അതിൽ കൂടുതൽ ന്യായീകരണങ്ങൾ നടത്താനൊരു സാധ്യതയുണ്ടായിരുന്നു. അത് അരുൺ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി നേതൃത്വം ഇടപെട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ രണ്ടാമതൊരു വാർത്താ സമ്മേളനം നടത്തേണ്ട എന്നൊരു നിർദ്ദേശം, അത് കർശന നിർദ്ദേശം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് അവസാന നിമിഷത്തേക്ക് നൽകിയത്. ഏതായാലും ഇന്നിപ്പോൾ ഈ വീട്ടിൽ തന്നെ അടൂർ നെല്ലിമുകളിലെ വീട്ടിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുകയാണ്. കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ ജില്ലാ തലത്തിലുള്ള വരികയോ അപ്പോൾ നിലവിൽ ഒറ്റയ്ക്ക് ആവുന്നു രാഹുൽ എന്നുള്ളതാണ്. പക്ഷേ ഷാഫി ഉണ്ട് എന്നുള്ളതാണ് രാഹുലിൻ്റെ ഒരു ആത്മവിശ്വാസം.